അപ്പൊ അങ്ങനെ സിനിമ ഈ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഷോട്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അവിടെ വെച്ച് അത് ചെയ്യൂല. കാരണം അത് സിനിമക്ക് എനിക്ക് തോന്നുന്നത് കരഞ്ഞു പോകുന്ന ഒരു സീൻ അവിടെ തൊട്ടാണെന്ന് തോന്നുന്നത്. അവിടെ തൊട്ടല്ല, അതിനകത്ത് അത് കാണിക്കുമ്പോഴേക്കും എന്തായാലും ഉരുണ്ട് കണ്ണിൽ വെള്ളം വന്ന ആൾക്കാർക്ക് ഉരുണ്ട് നിലത്തേക്ക് വെള്ളം വീഴുന്ന രീതിയിൽ ആവും. പക്ഷെ അത്രയ്ക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സീക്വൻസ് ആണ് ഇതെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞെങ്കിൽ നമുക്ക് വേറൊരു ദിവസം ചെയ്യാമെന്ന് പറയുള്ളൂ. പക്ഷെ അതൊക്കെ അവർ കൂളായിട്ടാണ് ചെയ്തിരുന്നത്. ചിലപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും ബാക്ക് ഉണ്ടായിക്കൂടാ. പറ്റൂല. നമ്മള് സർപ്രൈസ് വെച്ചത് കൊണ്ട് തന്നെയാണ് ചേട്ടൻ. തീർച്ചയായിട്ടും അതെനിക്ക് തോന്നുന്നുണ്ടല്ല. ഈ എന്നെ ഇതിനെ വിളിക്കുമ്പോൾ തന്നെയും ചേട്ടാ വാഴ 2 ചേട്ടനൊരു വേഷമുണ്ട്, ചേട്ടൻ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ചെയ്യാം. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് പറഞ്ഞാൽ അത് പാരൻ്റായിട്ടാണെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നി എന്തെങ്കിലും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് രണ്ടാമതൊരു സാധനം വരുമ്പോൾ ആദ്യത്തെ ഫസ്റ്റിലെ നായകനും നായികയും അതുപോലെ തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. പിന്നെ അതിനകത്ത് വേറൊരു കുട്ടിയുടെ പാരൻ്റായിട്ടൊക്കെ വരാനായിരിക്കുള്ളൂ. പക്ഷേ ഈ ഒരു സാധനത്തിൽ ഈ ഒരു 4 പേരുടെ ഒരു അച്ഛനാണെന്ന് ഞാൻ കരുതിയില്ല. എന്നിട്ടും അവർ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയാണ്ട് ചേട്ടാ അറിയാലോ വാഴ ഫസ്റ്റ് കണ്ടില്ലേ അതേപോലത്തെ ഒരു പാരൻ്റാണ്ടാ ചതിച്ച അതൊന്നും ഇല്ലായിരുന്നു. സിനിമ റിലീസായപ്പോഴാണ് എന്നെ ബിബിൻ വിളിക്കുന്നത്, ചേട്ടാ എങ്ങനെയുണ്ട് സിനിമ? ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താണ് കാണിച്ചു ഒരു വാക്ക് പറയണ്ടായിരുന്നില്ലേ? അതെ, അല്ല അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എന്നാൽ ഇത്ര കോടി മുടക്കുന്ന സിനിമയാണ്. 100 ചില്ലാൻ ദിവസം അല്ല 100 ചില്ലാൻ ദിവസം ഷൂട്ട് ചെയ്ത സിനിമയാണ്. നേരത്തെ പ്ലാനിങ് അങ്ങനെ തന്നെയായിരുന്നു. അല്ലാണ്ട് നമുക്ക് ഒരു 50 ദിവസം പണ്ട് 100 ദിവസം ആയിപ്പോയതല്ല. അത് പ്ലാൻഡ് ആയിരുന്നു. 10 ദിവസം 20 ദിവസം 5 ദിവസം കൊണ്ട് 105 ദിവസം കൊണ്ട് തീർത്തുന്നതാണ്. പിന്നെ ഇത്ര കോടി രൂപ, ഇത്ര നമ്മളെ വേറെ വിദേശ രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്യണ സിനിമ. അപ്പോൾ അത് വെച്ചൊക്കെ നോക്കുമ്പോൾ വേറെ ഏതെങ്കിലും പ്രൊഡ്യൂസറോ സംവിധായകനോ സ്ക്രിപ്റ്റ് റൈറ്ററോ ഒക്കെ ആണെങ്കിൽ അറിയാല്ല എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും രസമായിട്ട് ചെയ്യാനൊക്കെ പറ്റൂല എന്ന് തോന്നുന്നു. കാരണം ഒന്നാമത് നമുക്ക് കോമഡി ആണെങ്കിലോ അതായിട്ടേ കുഴപ്പമില്ലാന്നേ എന്ന് പറയാം. പക്ഷേ നമുക്കിത് ചെയ്യാത്തൊരു കാര്യം. പിന്നെ തമാശ ചെയ്യുന്നവർക്ക് എല്ലാം ചെയ്യാന്നൊക്കെ പറയണ്, ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.